السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد. ഫിഖ് പാഠം 324. ഒരാൾ തൻ്റേതു മാത്രമല്ല തൻ്റെ ആശ്രിതരുടെ ഫിത്ർ സക്കാത്ത് കൂടി നൽകേണ്ടതുണ്ട്. കുടുംബബന്ധം കാരണമോ കെട്ടുബന്ധം കാരണമോ മറ്റോ തനിക്ക് ചെലവ് കൊടുക്കൽ നിർബന്ധമായ ആളുകൾ, അവരുടെ ഫിത്ർ സക്കാത്ത് കൂടി താൻ നൽകണം. അത് നിർബന്ധമാണ്. അപ്പോൾ സ്വാഭാവികമായും ഒരാൾ തൻ്റെ ഭാര്യയുടെ ഫിത്ർ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമായി വരും. ഭാര്യയുടെ ഫിത്ർ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാകാനുള്ള കാരണം ഭാര്യയ്ക്ക് ചെലവ് കൊടുക്കൽ നിർബന്ധമായി എന്നുള്ളതാണ്. എന്നാൽ പിണങ്ങിക്കഴിയുന്ന ഭാര്യ, നാഷിസത്ത് എന്നാണ് ഫിഖ്ഹിൻ്റെ ഭാഷയിൽ പറയുക. നാഷിസത്തിൻ്റെ ഫിത്ർ സക്കാത്ത് ഭർത്താവ് നൽകേണ്ടതില്ല. കാരണം പിണങ്ങിക്കഴിയുന്ന ഭാര്യയ്ക്ക് ചെലവ് കൊടുക്കൽ ഭർത്താവിന് നിർബന്ധമില്ലാത്തതുകൊണ്ട് അവരുടെ ഫിത്ർ സക്കാത്ത് കൊടുക്കലും ഭർത്താവിന് നിർബന്ധമില്ല. അപ്പോൾ ഭർത്താവിനോട് പിണക്കത്തിൽ കഴിയുന്ന ഒരു പെണ്ണ്, ആ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഫിത്ർ സക്കാത്തിൻ്റെ സമയമാകുമ്പോൾ നിലവിൽ അവൾ പിണങ്ങിക്കഴിയുന്നവളായതുകൊണ്ട് അവരുടെ ഫിത്ർ സക്കാത്ത് ഭർത്താവ് നൽകൽ നിർബന്ധമില്ല എന്ന് മാത്രമല്ല, അവരുടെ ഫിത്ർ സക്കാത്ത് നൽകേണ്ട ബാധ്യത അവൾക്ക് തന്നെയാണ്. അവരുടെ ഫിത്ർ സക്കാത്ത് അവൾ തന്നെ കൊടുക്കൽ നിർബന്ധമാണ് എന്ന് എല്ലാ ഫിഖ്ഹിൻ്റെ കിതാബുകളിലും ഈ കാര്യം വിശദീകരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ താൻ ചെലവ് കൊടുക്കൽ നിർബന്ധമുള്ള ഭാര്യയുടെ ഫിത്ർ സക്കാത്ത് മാത്രമേ ഭർത്താവ് കൊടുക്കൽ നിർബന്ധമുള്ളൂ. പിണക്കം പോലെയുള്ള കാരണത്താൽ ചെലവ് കൊടുക്കുക എന്ന ബാധ്യത ഒഴിവായ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം അത്തരം സന്ദർഭങ്ങളിൽ തൻ്റെ ഭാര്യയുടെ ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ട ബാധ്യത ഭർത്താവിന് ഉണ്ടാകുന്നില്ല. ഇക്കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഭർത്താവ് ഭാര്യ പിണങ്ങിക്കഴിയുന്നവളായതുകൊണ്ട് സക്കാത്ത് കൊടുക്കൽ നിർബന്ധമില്ലാത്തതിനാൽ ഭർത്താവ് കൊടുക്കില്ല. അതേസമയം അവരുടെ ഫിത്ർ സക്കാത്ത് അവൾക്ക് തന്നെയാണ് നിർബന്ധം എന്ന ബോധം അവൾക്ക് വേണം. അവൾ ഫിത്ർ സക്കാത്ത് കൊടുത്തില്ലെങ്കിൽ അവൾ തന്നെയാണ് ഉത്തരവാദിയാകുന്നത്, അവൾ തന്നെയാണ് കുറ്റക്കാരിയാകുന്നത്. ഇത്തരം കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി വിഷയങ്ങൾ വേണ്ട വിധം പ്രയോഗവൽക്കരിക്കാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി